നമസ്കാരം. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ എന്നിവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ച എക്സൈസ് നടപടിക്കിടെ പൊതുസമൂഹം ചർച്ചയാക്കുന്നത് റിയൽ മീറ്റ് എന്ന പ്രയോഗം. ലൈംഗിക ഇടപാടിലൂടെയാണ് തസ്ലീമയുമായി പരിചയമെന്നും റിയൽ മീറ്റ് എന്നാണ് ഈ ഇടപാടിനെ വിശേഷിപ്പിക്കാറുള്ളതെന്നും സൗമ്യ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം സൗമ്യ മാധ്യമങ്ങളോട് നിഷേധിച്ചു. റിയൽ മീറ്റ് എന്നത് എന്താണെന്ന് അറിയില്ലെന്നും അങ്ങനെ ഒരു പദം കേട്ടിട്ടില്ലെന്നുമായിരുന്നു സൗമ്യയുടെ മറുപടി. ഓൺലൈനിലൂടെ കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ലൈംഗിക ആവശ്യങ്ങൾക്കായി നേരിട്ട് കണ്ടുമുട്ടുന്ന രീതിക്ക് പറയുന്ന പേരാണ് റിയൽ മീറ്റ്. റിയൽ മീറ്റിന് മുമ്പായി ഓൺലൈനിലൂടെ സംസാരിച്ച് സ്ഥലം, സമയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കും. ഇതിനുശേഷമാണ് നേരിട്ട് കണ്ടുമുട്ടുന്നത്. ആവശ്യക്കാരെ കണ്ടെത്തുന്നതും ഓൺലൈനിലൂടെ തന്നെയാണ്. എന്നാൽ ഇതുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് സൗമ്യ പരസ്യമായി പറയുന്നത്. നിലവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും അതേസമയം ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതായും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ബ്യൂട്ടി പാർലർ ഉടമ, മോഡൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന കെ സൗമ്യയ്ക്ക് തസ്ലീമ സുൽത്താനയുമായി വർഷങ്ങളായി അടുപ്പമുണ്ടായിരുന്നതായി സ്ഥിരീകരിക്കുന്നുണ്ട് എക്സൈസ് അന്വേഷണ സംഘം. തസ്ലീമയെ ദീർഘകാലമായി അറിയാമെന്നും മറ്റിടപാടുകൾ നടത്തുന്നതിനുള്ള കമ്മീഷനാണ് തസ്ലീമ നൽകുന്നതെന്നും സൗമ്യ മൊഴി നൽകിയെന്നും പറയുന്നു. റിയൽ മീറ്റ് എന്നാണ് ഇത്തരം ഇടപാടുകളെ വിശേഷിപ്പിക്കുന്നതെന്നും സൗമ്യ വെളിപ്പെടുത്തിയെന്നാണ് മംഗളത്തിന്റെ റിപ്പോർട്ട്. തസ്ലീമയുമായി 5 വർഷത്തെ പരിചയമുണ്ട്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ സുഹൃത്തുക്കളാണ്. ലഹരി ഇടപാടിൽ ഇവർക്കും തനിക്കും ബന്ധമില്ലെന്നും സൗമ്യ അറിയിച്ചു. തസ്ലീമ സുഹൃത്താണെന്നും എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ലെന്നും സൗമ്യ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ പറഞ്ഞിരുന്നു. പാലക്കാട് കണ്ണാടി സ്വദേശിയായ സൗമ്യ ആദ്യം നാട്ടിൽ ബ്യൂട്ടി പാർലർ നടത്തി. അന്നത്തെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി മോഡലിംഗിലേക്ക് കടന്നതോടെ കൊച്ചിയിലേക്ക് പ്രവർത്തനം മാറ്റി. സൗമ്യയുടെ പേരിൽ 2 കഞ്ചാവ് കേസുകൾ പാലക്കാടുള്ളതായി വ്യക്തമായിട്ടുണ്ടെന്നും മംഗളം പറയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന സൗമ്യയുടെ റീൽസുകൾക്ക് ആരാധകർ ഏറെയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്ന ഇവർ പരസ്യമായി പുകവലിക്കുന്ന നിരവധി റീൽസുകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് റിയൽ മീറ്റ് ചർച്ച. എന്നാൽ ഇത് സൗമ്യ നിഷേധിക്കുകയും ചെയ്യുന്നു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസിന് മുന്നിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മോഡൽ സൗമ്യ നടത്തിയതെന്നും മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നു. തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാട് റിയൽ മീറ്റിനുള്ള കമ്മീഷൻ എന്ന് സൗമ്യ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകിയെന്ന് തന്നെയാണ് മാധ്യമവും പറയുന്നത്. റിയൽ മീറ്റ് എന്നത് ലൈംഗിക ഇടപാടിന് ഇവർ ഉപയോഗിക്കുന്ന വാക്കാണെന്നും സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി തസ്ലീമയെ അറിയാമെന്നും സൗമ്യ മൊഴി നൽകി. നടന്മാരായ ഷൈൻ ടോം ചാക്കോയെ, ശ്രീനാഥ് ഭാസിയെ അറിയാമെന്നും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ലഹരി ഇടപാടുകളെക്കുറിച്ച് അറിയില്ലെന്നാണ് സൗമ്യ പറയുന്നത്. എന്നാൽ എക്സൈസ് ഇവരുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. തിങ്കളാഴ്ച രാവിലെയാണ് നടന്മാരും മോഡലും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം രാത്രിയോടെയാണ് മൂവരെയും വിട്ടയച്ചത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളും ലഹരിക്കടത്തുകാരിയുമായ തസ്ലീമ സുൽത്താനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനാലാണ് മൂവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതിനിടെ ഷൈൻ ടോം ചാക്കോ ലഹരി വിമുക്ത ചികിത്സ ആരംഭിച്ചതായി എക്സൈസ് അധികൃതർ പറഞ്ഞു. ഷൈൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഇതിൽ നിന്ന് മോചനം വേണമെന്നും ഷൈൻ എക്സൈസിനോട് പറഞ്ഞു. തുടർന്ന് എക്സൈസിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഷൈനിനെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. തസ്ലീമ സുൽത്താനയുമായി പരിചയം മാത്രമേ ഉള്ളൂ എന്നും മോഡലായ സൗമ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുകളോ മറ്റിടപാടുകളോ ഇല്ല എന്നുമാണ് സൗമ്യ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിച്ചത്. തസ്ലീമയുമായി പരിചയം മാത്രമാണുള്ളത്. ലഹരി ഇടപാടോ സാമ്പത്തിക ഇടപാടോ ഇല്ല. ഇനി വിളിപ്പിക്കുമ്പോൾ വരണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്നും സൗമ്യ പ്രതികരിച്ചു. ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതികളിൽ ഒരാളാണ് തസ്ലീമ സുൽത്താന. ഈ കേസിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, സുഹൃത്തായ ഫിറോസ് എന്നിവരും എക്സൈസിന്റെ പിടിയിലായിരുന്നു. റിസോർട്ടിൽ ലഹരി ഇടപാടിനെത്തിയപ്പോൾ തസ്ലീമയും ഫിറോസുമാണ് ആദ്യം എക്സൈസിന്റെ പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി തുടങ്ങിയവർക്ക് ലഹരി എത്തിച്ച് നൽകാറുണ്ടെന്നായിരുന്നു തസ്ലീമ വെളിപ്പെടുത്തിയത്. തസ്ലീമയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും പിന്നീട് ഹർജി പിൻവലിച്ചിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ്, മോഡലായ കെ സൗമ്യ എന്നിവരെ വിശദമായിട്ടാണ് എക്സൈസ് ചോദ്യം ചെയ്തത്.